നമസ്കാരം. നമസ്കാരം. ഞാൻ കണ്ട ബിസിനസ്സുകാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കഥയുണ്ട്. ഞാൻ ഇന്നേതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത്. അപ്പം എനിക്ക് ലിയോ ചേട്ടനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ലിയോ ചേട്ടൻ ഈ ഒരു ജ്വല്ലറി ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എൻ്റെ വീട്ടിലുള്ള ഒരു സാമ്പത്തിക സാഹചര്യം എന്ന് വേണം ചിലപ്പോൾ ഒരു പക്ഷെ എനിക്ക് അതിനെ പറയാനായിട്ട്. അങ്ങനെ പട്ടിണിയും പരിവട്ടമൊന്നല്ല, എന്നിരുന്നാൽ പോലും വളരെ മോശമായിട്ടുള്ള സാഹചര്യം വളരെ മോശമായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ അപ്പൻ ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാച്യു വർക്കർ അല്ലെങ്കിൽ ഒരു മെഴ്സൺ വർക്ക് എന്നെല്ലാം പറയുന്ന ഒരു വർക്കാണ്. പിന്നെ അമ്മ അതുപോലെ തന്നെ ബീഡി തെറുപ്പ്, നമുക്ക് പണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ബീഡി വലിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു വർക്കൊക്കെ ചെയ്യുന്ന വീട്ടിൽ എൻ്റെ അപ്പനമ്മയും അത്തരം ജോലി ആണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്നാണ് ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു, SSLC ഫെയിലായി പോയി. അപ്പം എക്സാം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം എന്ന് പറയുന്ന പോലെ തന്നെ അപ്പൻ എന്നെ അപ്പൻ്റെ വർക്കിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്, ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അപ്പന്റെ വർക്കിലോട്ടൊന്നും വരാനായിട്ട് താല്പര്യമില്ല. എന്നാൽ വേറെ എന്തെങ്കിലും ഒരുത്തില് അല്ലെങ്കിൽ മറ്റേ ഡോക്യുമെന്റ് റൈറ്റിംഗ്, ഇതാണ് പുള്ളിയുടെ ഒരു പ്ലാനിങ് ആയിരുന്നത്. ശരി, അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ പറഞ്ഞു, ഇങ്ങനെ സ്വർണ്ണപ്പണി, എൻ്റെ ഫ്രണ്ട് ഇതുപോലെ തന്നെ സ്വർണ്ണപ്പണി ഉണ്ട്, വേണമെങ്കിൽ അവിടെ നമുക്ക് ആ വർക്ക് പഠിക്കാനായിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു വിഷനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ എന്നോട് പറഞ്ഞു, വീട്ടിൽ വന്നു അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു എന്നാ ശരി സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സാധാരണ കുട്ടികൾ എന്താ ചെയ്യുക, ആ 2 മാസം കളിക്കാനൊക്കെ ആയിട്ടാണ് പോകാം. അപ്പൊ ഞാൻ നേരെ പോയത് പിറ്റേ ദിവസം തന്നെ എന്ന് പറഞ്ഞ പോലെ SSLC എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിന്റെ വർക്ക് പഠിക്കാനായിട്ട് പോവാണ് ഉണ്ടായത്. ഏത് വർഷമായിരുന്നു? ഏകദേശം ഒരു 35 years ബാക്ക്. അപ്പൊ ഇവിടെ എത്ര വരും? 90 വരും. ആ ഒരു കാലഘട്ടത്തിൽ സ്വർണ്ണവില എത്രയാണെന്ന് വല്ല ഓർമ്മയുണ്ട്? ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 200 ഗ്രാം പെർ ഗ്രാമിന് 200-300 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 200-300 ആയിരിക്കും, എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ ഒരു ജ്വല്ലറി വർക്കിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് നിന്ന് ശേഷം ഒരു വർക്കിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ കയറുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നതല്ല, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലിയോ ചേട്ടൻ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ ആ വർക്കിനകത്തോട്ട് വന്നപ്പോൾ അതിനകത്ത് ആ വർക്ക് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടാസ്ക്കാണ്. ശരിക്കും ഇന്നത്തെ പോലെ ആധുനിക മെഷീനറികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എല്ലാം പക്ക ഹാൻഡ് മെയ്ഡിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം എനിക്കൊരു 3.5 വർഷത്തോളം എനിക്കത് വേണ്ടി വന്നു, എനിക്കത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ആ പഠിച്ചെടുക്കുന്ന ആ സമയത്ത് പോലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുറെ ഡ്രീമുകൾ വരാനായിട്ട് തുടങ്ങി. എനിക്ക് കുറെ സ്വപ്നങ്ങൾ ഞാൻ നെയ്യാൻ തുടങ്ങി. എന്താണെങ്കിൽ എനിക്കത് എത്രയും പെട്ടെന്ന് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു മോഹം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉദിച്ചു തുടങ്ങി. ഞാൻ അപ്പോഴേ തന്നെ, അപ്പൊ എനിക്ക് ഏകദേശം എൻ്റെ ഓർമ്മയിൽ മാസത്തിൽ 100 രൂപയോ അങ്ങനെയാണ് എനിക്ക് അതിന്റെ വേതനം കിട്ടുന്നുണ്ടായിരുന്നത്. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 മണി 3 മണി ആവാതെ എല്ലാ ദിവസവും വർക്കാണ്. അപ്പൊ ആ വർക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും രാവിലെ 9 മണി ആകുമ്പോഴേക്കും തിരിച്ച് ജോലിക്ക് കയറാം. അപ്പൊ ആ ചെറിയ ഏണിങ്സിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ആ വർക്ക് ചെയ്യാൻ വേണ്ട അതിന്റെ മെഷീനറി മീൻസ് അതിന്റെ എന്താ പറയാ ഉപകരണങ്ങളുണ്ടല്ലോ, വർക്ക് ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ ഞാനത് കുറേശ്ശെ, വേറെ ഒന്നല്ല, വലിയ മേടിക്കാനായിട്ടൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എന്നാൽ ചെറിയ അതിന്റെ ചവണ, പൊടിച്ചവണ, അങ്ങനെ കുറെ പ്ലയർ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ നേരത്തെ തന്നെ ഏകദേശം എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ ഞാനതെല്ലാം, എൻ്റെ ഡ്രീമാണ്. എനിക്ക് തോന്നുന്നത് ഒരു 1.5-2 വർഷം ആകുമ്പോഴേക്കും ഞാനതെല്ലാം, എൻ്റെ കയ്യിൽ വേറെ സ്വർണ്ണോ അല്ലെങ്കിൽ പൈസയോ വേറെ ഒന്നുമില്ല, എന്നിരുന്നാലും ആ ഒരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളുടെ പോലെ അത് സിനിമയ്ക്ക് പോവുക, അത് എൻജോയ് ചെയ്യുക, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തോ എനിക്കറിയില്ല, ഞാൻ അതൊന്നല്ല ചെയ്തത്. ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോഴേ മനസ്സിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നു.